ഹലോ ഗൈസ്, പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, കാറെല്ലാം റെഡി. അപ്പം നമുക്ക് ഇറങ്ങാം. സമയം രാവിലെ 4:30 നമ്മൾ പാലക്കാട് ടു മൂന്നാറാണ് പോകുന്നത്. ഒരു 2-day ട്രിപ്പാണ്. ഒരു ചെറിയ ഓഫ് റോഡൊക്കെ ഉണ്ട് ഈ ട്രിപ്പിൽ. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങി, എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്തു, എണ്ണയൊക്കെ അടിച്ചു. നമ്മൾ അങ്കമാലി വഴിയാണ് മൂന്നാർ പോകുന്നത്. അപ്പോൾ സമയം ഒരു 7 മണിയായി. നമുക്ക് വിശന്നപ്പോൾ നമ്മുടെ അറ്റ്ലക്സ് പാരഗണിലൊന്ന് നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പം ചിക്കൻ വറുത്തരച്ചത്, വെജ് സ്റ്റൂ ഒക്കെ മേടിച്ചു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി എടുത്തു, കണ്ടിന്യൂ ചെയ്തു. മൂന്നാർ 96 കിലോമീറ്റർ. നമ്മൾ പോകുന്ന വേറൊരു റൂട്ടിൽ കൂടെയാണ്. ഈ റൂട്ടായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ റൂട്ട് എടുത്തത്. നമ്മൾ പോകുന്നത് നീരുമംഗലം, കല്ലുരുട്ടി, രാജാക്കാട്, പിന്നെ നേരെ നമ്മൾ മൂന്നാർ ടൗൺ ടച്ച് ചെയ്യാതെ ഗ്യാപ്പ് റോഡ് എത്തും. അതാണ് നമ്മുടെ റൂട്ട്. ഈ റൂട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗൂഗിൾ മാപ്സിലാണല്ലോ പോകുന്നത്. സൈഡിൽ പെരിയാർ റിവർ എന്ന് പറഞ്ഞു കാണുന്നു. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിയിട്ടും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വണ്ടി സൈഡിൽ നിർത്തി നമ്മൾ ഡ്രോൺ വെച്ചിട്ട് കുറച്ച് ഷോട്ട്സ് എടുത്തു. നമുക്ക് അതിലേക്ക് പോവാം. ഈ ഷോട്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. നമുക്കൊരു മൊമെന്റിൽ വെള്ളം ഏതാണ് ആകാശം ഏതാണെന്ന് തിരിച്ചറിയാതെയാവും. അത്രയും ക്ലിയർ സ്റ്റിൽ വാട്ടർ ആയിരുന്നു ഇത്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി പോയി നമ്മൾ രാജാക്കാട് എത്തി. രാജാക്കാട് നമ്മൾ നേരെ ഇനി മൂന്നാറിലേക്കാണ്. അപ്പോൾ മൂന്നാറിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മൂന്നാറെത്തി. റോഡ് കണ്ടാൽ തന്നെ അറിയാം, മൂന്നാറത്തെ റോഡ് ഒരു വേറെ തന്നെ ഫീലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ വഴി കൂടെ പോവാം. ഈ വഴി ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു ടീ എസ്റ്റേറ്റ്, ഇടയിൽ നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല ആസ്തറ്റിക് ആയിട്ട് തോന്നി. അതിൻ്റെ കുറച്ച് ഡ്രോൺ ഫുട്ടേജസ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലേക്ക് പോവാം. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 3-4 വണ്ടികൾ നിർത്തി ഫോട്ടോ എടുക്കണം. എന്താന്ന് നോക്കിയപ്പോഴാണ് ഈ വ്യൂ. അപ്പം ഇനി നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. സ്റ്റെർലിംഗ് മൂന്നാറിലാണ് ബുക്ക് ചെയ്തിരുന്നത്. ഫുഡ് കഴിച്ച് കുറച്ച് നേരം കിടന്ന് നമ്മൾ വൈകുന്നേരം ഒരു സൺസെറ്റ് സമയത്ത് ഗ്യാപ്പ് റോഡും റോഡ് ടു ഹെവനിലേക്കും നമ്മൾ പോകുന്നു. നമ്മുടെ സ്റ്റെർലിങ്ങിനെ തൊട്ട മുന്നേ ക്ലബ് മഹേന്ദ്ര ഹോട്ടലുണ്ടായിരുന്നു. അവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് കേട്ടിരുന്നു. അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചു. ഭക്ഷണം വന്ന ഉടനെ എൻ്റെ ഫ്രണ്ട് കഴിക്കാൻ തുടങ്ങി. ക്യാമറയൊന്നും നോക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്താ സ്റ്റെർലിംഗ് മൂന്നാർ എത്തി. ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ എത്തി റൂമിലേക്ക് നടക്കുകയാണ്. വളരെ നല്ലൊരു ഹോട്ടലാണ്. എല്ലാം നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അഫോർഡബിൾ ആണ്. ഇത് അവരുടെ ബോർഡ് ഗെയിംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സെൻ്ററാണ്. ഇവിടെ നമുക്ക് ബോർഡ് ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ റൂമെല്ലാം വളരെ നീറ്റായിരുന്നു. നമ്മൾ AC റൂം എടുത്തത് കാരണം ടെമ്പറേച്ചർ ഒരു 22 ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു, പക്ഷേ ഉച്ചയ്ക്ക് ഒരു 22 ഒക്കെ ഉള്ളൂ. അപ്പോൾ AC റൂം എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ വന്നത് മാർച്ചിലാട്ടോ, അതുകൊണ്ടാണ്. തണുപ്പുള്ള കാലാവസ്ഥയിൽ AC ഒരു ആവശ്യമില്ല. ഇതാണ് ബാത്റൂം വളരെ നീറ്റായിരുന്നു. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ.
അപ്പോൾ നമ്മളൊരു വർക്കൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം 4:30 മണിയായി. നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് ഗ്യാപ്പ് റോഡിലേക്ക് ആദ്യം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ടു ഹെവനിലേക്ക് പോവാം. ഇനി നമ്മൾ പോകുന്നത് റോഡ് ടു ഹെവൻ. ഇത് പോവാൻ കറക്റ്റ് സമയമാണ്. ഒരു 5:15 നമ്മൾ ഇറങ്ങി കറക്റ്റ് ഒരു സൺസെറ്റ് സമയത്ത് ഒരു 5:30 അവിടെ എത്തിയാൽ കറക്റ്റാണ്. ഇതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. ഒരു ഈവനിങ് ടൈമായപ്പോൾ ടെമ്പറേച്ചർ പതുക്കെ കുറയാൻ തുടങ്ങി. ഒരു 18-19 ആയിരുന്നു. ഇപ്പോൾ അത്യാവശ്യം തണുത്ത് തുടങ്ങി പുറത്ത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ ഒരു ടോളുണ്ട്. ഈ ടോളൊക്കെ നിൽക്കുന്ന വളരെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്താണ്. ബാക്ക്ഗ്രൗണ്ടും ആ ടോളും എല്ലാം നല്ല ഭംഗിയുണ്ട്. നമ്മൾ ശരിക്കും അത് ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണത്. ആക്ച്വലി ഈ സ്ഥലത്ത് ഇതിൻ്റെ ഭംഗി കൊടുക്കുന്നത് ഇതിൻ്റെ വൈഡ് റോഡ്സ് ആണ്. വൈഡ് റോഡ്സ് ഞാൻ പോയ സമയത്ത് നല്ല തിരക്കും കുറവായിരുന്നു. അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ഭംഗിയാണത്. നമ്മളിത് റോഡ് ടു ഹെവൻ്റെ അടുത്തെത്താറായി. അതിലേക്ക് പോകുന്ന വഴിയാണിത്. ചെറിയ വഴിയാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള വഴിയാണ്. 2 സൈഡും ടീ എസ്റ്റേറ്റ്സ് ആണ്. പിന്നെ ദൂരെ കാണുന്ന ഹിൽസും ഇതെല്ലാം ഈ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടും 10 മടങ്ങ് ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. നമ്മളതാ ഫൈനലി അവിടെ എത്തി. ഇതാണ് അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ. നമുക്ക് വണ്ടി അകത്തേക്ക് കടത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ കടത്തി സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് കടത്തിയത്. പിന്നെ ഇവിടെ ഡ്രോൺ പറത്താൻ പാടില്ല. ഡ്രോൺ പറത്തണമെങ്കിൽ നമ്മൾ ഇവർക്കൊരു പേയ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതാണ് അതിൻ്റെ ബോർഡ്. നമുക്ക് വായിച്ചാൽ കാണാം, ഡോർ ഓഫ് ഹെവൻ. ഇതാണ് സ്ഥലം.
അങ്ങനെ രാവിലെയായി. ഡേ 2. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ആദ്യം നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഈ ഒരു ബ്യൂട്ടിഫുൾ വഴിയിലൂടെ നമ്മൾ സ്വർഗം മേടിലേക്ക് പോകുന്നു. സ്വർഗം മേടാണ് നമ്മുടെ ഇന്നത്തെ ഓഫ് റോഡ് സ്പോട്ട്. അത് കഴിഞ്ഞ് മൂന്നാർ സൈലന്റ് വാലി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. അങ്ങനെ നമ്മളിത് സ്വർഗം മേട് എത്താറായി. നമ്മളത് ഇവിടുന്ന് ലെഫ്റ്റാണ് സ്വർഗം മേട്. നമുക്ക് ബോർഡ് കാണാം, ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വളരെ നാരോ ആയിട്ടുള്ളൊരു വഴിയാണ്. അപ്പുറത്തുനിന്നൊരു വണ്ടി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നന്നായി ഹോൺ അടിച്ച് നമുക്ക് ഇതിലൂടെ പോവാം. വളരെ നാരോ, നമ്മുടെ കാറ് കൃത്യമായ വഴിയിൽ നമ്മുടെ കാറ് കൊള്ളുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പോയത്. നമുക്ക് പോയി നോക്കാം. അങ്ങനെ അവസാനം ഇവിടെ എത്തി. ആ നേരെ വഴിയിലൂടെ നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്ത് നിങ്ങൾ കണ്ട പോലെ അവസാനം നമ്മൾ സ്വർഗം മേടിലെത്തി. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ കയറി തുടങ്ങി. 4 വീൽ ഡ്രൈവ് വണ്ടികളുള്ളവർ 4 വീൽ ഡ്രൈവിലേക്ക് ഇട്ട് മാത്രം ഇതിലൂടെ ഓട്ടിക്കുക. കാരണം കുറേ കല്ലുകളുണ്ട്, ടയർ സ്ലിപ്പാവാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈവ് സേഫ്. അവിടെ ഒരു ചെറിയ കുത്തുപോലെ കാണുന്നത് നമ്മുടെ ഡ്രോണാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡ്രോൺ ഫുട്ടേജിലേക്ക് മാറാം. നമ്മുടെ ഈ ഡ്രോണിൽ കാണുന്ന പോലെയല്ല, എല്ലാം വലിയ വലിയ ഗട്ടറാണ്. അത്യാവശ്യം ഫുൾ കുറേ കല്ലുകളുണ്ട്. ഡ്രോണിൽ എത്രത്തോളം അത് വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഇതുപോലെ ഇനിയും വ്ളോഗ്സ് വരും. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗ്സൊക്കെ ഇഷ്ടമുള്ളവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം കൂടുക. നമ്മളിതിൻ്റെ പാതി വഴി പോലും എത്തിയിട്ടില്ല. ഇനിയും നമുക്ക് ഒരുപാട് മുകളിലേക്ക് പോകാനുണ്ട്.
ഈ വണ്ടിയുടെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ട്രൈ ചെയ്യുന്നത്. എടുത്ത് പറയേണ്ടതാണ്. കാരണം 8 കാലി കയറി പോകുന്ന പോലെ പോകുന്നത്. ഒരു സ്ഥലത്ത് പോലും സ്ലിപ്പാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓൾ ടെറൈൻ ടയേഴ്സാണ്. നമ്മളിതാ ഇതും കൂടി കയറി കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്വർഗംമേടിൻ്റെ ടോപ്പ് എത്തും. ഇതാണ് നമ്മുടെ സ്വർഗംമേടിൻ്റെ ഏറ്റവും ടോപ്പ് പ്ലേസ്. ഞാൻ ഇവിടെ നിന്ന് ഫുൾ വ്യൂ നിങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആക്ച്വലി ഇതിൻ്റെ താഴേന്ന് കയറി തുടങ്ങിയതാണ്. അപ്പോൾ നമുക്കിനി താഴെ ഇറങ്ങി തുടങ്ങാം. താഴെ ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. വളരെ സ്ലോ ആയിട്ട് പതുക്കെ ബ്രേക്ക് പിടിച്ച് ഇറങ്ങാൻ പാടുള്ളൂ. കാരണം കല്ലുകളിലാണ്, ടയർ സ്ലിപ്പാവാതെ നോക്കണം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഫൈനൽ സ്പോട്ടായ സൈലന്റ് വാലി ഓഫ് മൂന്നാറിലേക്കാണ്. ആക്ച്വലി ഈ വഴിക്ക് വണ്ടികളൊക്കെ വളരെ കുറവായിരുന്നു. ഈ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. ഞങ്ങളുടെ പോകുന്ന വഴിയുടെ ഓൾമോസ്റ്റ് ഒരു 10-20 മീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ അവസാനം കുറേ ട്രാവൽ ചെയ്ത് ഓൾമോസ്റ്റ് 1 hour ട്രാവൽ ചെയ്ത് സൈലന്റ് വാലി ഓഫ് മൂന്നാറിലെത്തി. ഇതാണ് അവിടുത്തെ ഫുട്ബോൾ ഗ്രൗണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് അധികം പച്ചപ്പുണ്ടായിരുന്നില്ല, മാർച്ച് ആയതുകൊണ്ടാവാം. സാധാരണ ഇവിടെ കോടയൊക്കെ ഇറങ്ങി ഗ്രൗണ്ട് ഫുൾ പച്ച നിറമായിരിക്കും. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, ഒരു 18 degrees ഒക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ആയിരുന്നു ടോട്ടലി അത്.
അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ എൻഡിലെത്തി നമ്മൾ. നമ്മുടെ 2 ഡേ മൂന്നാർ ട്രിപ്പ് ഇതോടുകൂടി കഴിയാണ്. നമ്മൾ തിരിച്ച് പൊള്ളാച്ചി വഴിയാണ് പാലക്കാട് പോകുന്നത്. ഈ റൂട്ട് വളരെ നല്ല റൂട്ടാണ്, 2 സൈഡും ഫോറസ്റ്റാണ്. പക്ഷേ ഈ റൂട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ ഇരുട്ടിന് മുന്നേ പോകണം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ജേർണിയിൽ വെച്ച് കാണാം.